ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് RSS രജിസ്ട്രേഷനാണ്. 2026 ഏകദേശം 100 വർഷം പിന്നിട്ടു RSS എന്ന് പറയുന്ന NGO. RSS പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ NGO എന്ന് പറയുന്ന RSS ആണ്. പക്ഷേ അതിൻ്റെ രജിസ്ട്രേഷൻ ഇല്ല. ലോകം മുഴുവൻ ഈ സംഘടനയ്ക്ക് ആളുകളുണ്ട്, അതിൻ്റെ പോഷക സംഘടനകളുണ്ട്, അത് ലോകം മുഴുവനുണ്ട്. ഇതെല്ലാം സത്യമാണ്. ഏറ്റവും വലിയ സംഘടനയാണെന്ന് അറിയത്തൊന്നുമില്ല, കാരണം അതിനെപ്പറ്റിയുള്ള കണക്കൊന്നും അറിയത്തില്ല. പക്ഷെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവും കർണാടകയുടെ ഹോം മിനിസ്റ്ററുമായ പ്രിയങ്ക് ഖാർഗെ, അദ്ദേഹത്തിൻ്റെ പിതാവാണ് AICC പ്രസിഡന്റ്, അദ്ദേഹം ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് RSSന് ഇത്രയും വർഷമായിട്ട് രജിസ്ട്രേഷൻ ഇല്ലാത്തത്? ഈ രജിസ്ട്രേഷൻ ഇല്ലാത്ത RSSന് അദ്ദേഹം പറയാം, അദ്ദേഹത്തിന് ആ ഹോം മിനിസ്റ്ററാണ്, ആ സ്റ്റേറ്റിൽ വന്ന് ഈ ഒരു സിറ്റിയിൽ വന്ന് റൂട്ട് മാർച്ചോ പരിപാടിയോ ചെയ്യാൻ സമ്മതിക്കില്ല, അതിന് അനുവാദം കൊടുക്കില്ല. ചോദ്യങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കർണാടകയിലുള്ള BJPയുടെ ദളിത് രാജ്യസഭ MP പറയുന്നത്, ദളിതനായ പ്രിയങ്ക് ഖാർഗെ എന്തിനാണ് RSSനെ പറ്റി ചോദിക്കുന്നത്? കറക്റ്റ് ചോദ്യമാണ്. അതായത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഇത് അപ്പർ കാസ്റ്റിൻ്റെയാണിത്, ദളിതുമായിട്ട് ഇതിന് യാതൊരു ബന്ധവും ഇല്ല, ചുമ്മാ കുറച്ച് ആൾക്കാരെ അവിടെ ഇവിടെ വെച്ചിട്ടുണ്ട്, എന്നാൽ അവർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് വീണ്ടും കൂടുതൽ പ്രശ്നത്തിലോട്ടങ്ങ് പോയി. അതോടെ ചോദ്യങ്ങളുണ്ട്. പല കോൺഗ്രസ് പാർട്ടി ലീഡേഴ്സും സോഷ്യൽ മീഡിയയിലും അല്ലാതെ ഇത് ചോദിക്കുന്നുണ്ട്. 60 വർഷം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് പാർട്ടി ഈ പറയുന്ന RSSൻ്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഇന്ന് വരെ ചെയ്തത്? എന്താണ് ഇത് ചോദിക്കാതിരുന്ന ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. RSSൻ്റെ പല നേതാക്കൾ, ഇൻക്ലൂഡിങ് അതിൻ്റെ മേധാവി മോഹൻ ഭാഗവത്, മറ്റുള്ള പല നേതാക്കൾക്കും അതായത് സെക്യൂരിറ്റി കൊടുക്കുന്നുണ്ട്. സ്റ്റേറ്റ് സെൻറ്റർ ആണെങ്കിലും സ്റ്റേറ്റുകളാണെങ്കിലും ഏകദേശം അപ്രോക്സിമേറ്റ് കണക്കനുസരിച്ച് പല നേതാക്കളെയും കൂട്ടുവാണെങ്കിൽ ഏകദേശം 60 മുതൽ 70 കോടിയാണ് ഓരോ വർഷം RSSന് വേണ്ടി സെക്യൂരിറ്റി കൊടുക്കുന്നത്. കാരണം അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണെങ്കിലും നാഗ്പൂർ ആണെങ്കിലും ഡൽഹിയിലാണെങ്കിലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും മറ്റുള്ള സ്റ്റേറ്റുകളുമാണ് സെക്യൂരിറ്റി കൊടുക്കുന്നത്. അതേപോലെ എന്തുകൊണ്ടാണ് ഇവർക്ക് ലോകത്ത് മുഴുവനും പോഷക സംഘടനകളുണ്ട്? അമേരിക്കയിലുണ്ട് ഹിന്ദു രാഷ്ട്രീയ സംഘ്, അവിടുന്നൊക്കെ പണം വരാറുണ്ട്, ഇവർ പല സ്കൂളുകൾ നടത്താറുണ്ട്, മറ്റുപോലെ സേവാഭാരതി മറ്റുള്ള സംഭവങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ അവർക്കൊക്കെ രജിസ്ട്രേഷൻ ഉണ്ട്. പ്രധാനപ്പെട്ട സംഘടനയായ RSSന് രജിസ്ട്രേഷൻ ഇല്ല. എന്നാൽ ഇവർ ഈ അടുത്തിടയ്ക്ക് ഡൽഹിയിൽ വലിയൊരു ഓഫീസ് പണിതു. ഏകദേശം 150 കോടിയോളം ചിലവെന്നവർ പറയുന്നു. അതായത് ഡൽഹിയുടെ ഹൃദയഭാഗത്താണ് പണിത്. ഇതെല്ലാം ഗുരുദക്ഷിണ കൊണ്ട് 5 രൂപ മുതൽ 5 ലക്ഷം വരെ കൊടുത്തു കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് പണിത് എന്ന് പറയുന്നു. RSSനൊരു സ്ഥിരം ഓഡിറ്ററുണ്ട്, അതായത് തമിഴ് ബ്രാഹ്മണനായ ഗുരുമൂർത്തി. ഇതിന് ഈ രജിസ്ട്രേഷൻ ഇല്ലാത്ത സംഘടനയ്ക്ക് പിന്നെന്തിൻ്റെ ഓഡിറ്ററിൻ്റെ ആവശ്യം? ഏകദേശം ഈ പറയുന്ന വലിയ രീതിയിലുള്ള സെക്യൂരിറ്റിയും ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ RSSനെതിരെ ഇതേപോലെ ചോദ്യം ഉണ്ടായത്? ഒരിക്കലും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വന്ന ചോദ്യമല്ല ഇത്. ഒരിക്കലും അത് CPM എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് വന്ന ചോദ്യമല്ല. ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് വന്ന ചോദ്യമല്ല പ്രിയങ്ക് ഖാർഗെ ചോദിച്ചിരിക്കുന്നത്. അതാണ് തമാശയെന്ന് പറയുന്നത്. ഇന്ത്യയിലെ ദളിത് കമ്മ്യൂണിറ്റിയാണ് ഇതിനെ ചലഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം അവർക്കറിയാം RSS എന്ന് പറയുന്ന ആൻറ്റി ദളിത്താണ്. അതാണ് അതിൻ്റെ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. എന്തുകൊണ്ടാണ് RSSനും സംഘപരിവാർ ഏറ്റവും കൂടുതൽ ഭീം ആർമിയെയും ചന്ദ്രശേഖർ ആസാദിനെയും എതിർക്കുന്നത്? സോഷ്യൽ മീഡിയകളെ പച്ചത്തെറിയാണ് വിളിക്കുന്നത്. കാരണം അവർക്കറിയാം ഈ ദളിത് കമ്മ്യൂണിറ്റി, ആദിവാസികൾ, ഇന്ത്യയുടെ ബാക്ക്വേർഡ് ക്ലാസ്സും കൂടിക്കഴിഞ്ഞാൽ ഈ RSSന് ഒന്നും അല്ലാതാക്കി കളയും, നിലം പരിശാക്കി കളയും. അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതായത് മൾട്ടിപ്പിൾ ഫാക്ടറാണ് RSSനെതിരെ ഇപ്പോൾ ഒഴുകുന്നത്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, ദളിറ്റ്സിന് എഡ്യൂക്കേഷൻ കിട്ടി, അവർക്ക് കാര്യങ്ങൾ ബോധമാകാൻ തുടങ്ങി, അവർക്ക് കൃത്യമായിട്ട് പിടികിട്ടാൻ തുടങ്ങി അവരുടെ പൊതുശത്രു ആരാണ്. അവരുടെ പൊതുശത്രു BJP അല്ല, അവരുടെ പൊതുശത്രു RSS ആണ്. RSS ഒരു കാരണവശാലും അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ സമ്മതിക്കില്ല. കാരണം അവരുടെ ഗ്രോത്തിന് ഇവർ സമ്മതിക്കത്തില്ല. അതിൻ്റെ ഗ്രോത്ത് ഉണ്ടായിക്കഴിഞ്ഞ് ഇവിടുത്തെ അപ്പർ കാസ്റ്റും അവൻ്റെ ലാൻഡും പരിപാടികളുടെയൊക്കെ ചലഞ്ച് ചെയ്യും. ഇഷ്യൂ തന്നെയാണ് ഇന്ത്യയിൽ. RSSൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അടുത്തൊരു കാര്യം കൂടെ പറയാം.
ഇൻ കേസും ഈ പറയുന്ന BJP മാറിയിട്ട് ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി ഇന്ത്യയിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ കൃത്യമായിട്ട് പറയാം, അന്ന് മുതൽ ഇവർ ഈ RSSനെ ബാൻ ചെയ്യത്തൊന്നുമില്ല. അവർ പറയും ഇതിൻ്റെ രജിസ്ട്രേഷൻ കൊണ്ടുവരാൻ പറയും, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ പറയും. കൃത്യമായിട്ട് സംഭവം ഉണ്ടാകും ഇന്ത്യയിൽ. കാരണം അതേ രീതിയിലാണ് ഇന്ത്യയുടെ ദളിത് മൂവ്മെൻറ്റിനകത്തു നിന്ന് പ്രശ്നം ഉണ്ടാകുന്നത്. അവർ പറയുന്നത് ഒരു കാരണവശാലും ഇത് ഞങ്ങൾ മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല. കാരണം RSS ഏറ്റവും വലിയ ആൻറ്റി ദളിത്താണ്. അതുകൊണ്ട് അവർക്കും രജിസ്ട്രേഷൻ വേണം. അതേപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ പ്രിയങ്ക് ഖാർഗെക്ക് കൊടുക്കുന്ന പിന്തുണ കോൺഗ്രസിൻ്റെ ദളിത് വിഭാഗം മാത്രമൊന്നുമല്ല. BJPക്കകത്തെ ദളിത് വിഭാഗം, മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടിയുടെ ദളിത് വിഭാഗവും ഈ ഖാർഗെയെ പിന്തുണയ്ക്കുന്നുണ്ട്. അതേപോലെ ഇന്ത്യയിലെ പല ദളിത് മൂവ്മെൻറ്റുകളും അതിൻ്റെ ലീഡേഴ്സും ഖാർഗെയെ പിന്തുണയ്ക്കുന്നുണ്ട്. ഖാർഗെ ഒറ്റയ്ക്ക് പറയുന്ന ഒന്നുമല്ല. അതുകൊണ്ടാണ് ഈ ചോദ്യത്തിന് വലിയ രീതിയിലുള്ള അർത്ഥങ്ങളുള്ളത്. ഇപ്പോൾ പല ക്രിസ്ത്യൻ ലീഡേഴ്സ് FCRAയുമായി ബന്ധപ്പെട്ട് അവരും ചോദിക്കാൻ തുടങ്ങി. ഈ RSSൻ്റെ പല പോഷക സംഘടനകളുണ്ട്, പലതുമുണ്ട്, അവർക്കെല്ലാം പണം വരുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന പ്രധാന ഫോറമായ RSSന് രജിസ്ട്രേഷൻ ഇല്ല. ചോദ്യങ്ങൾക്ക് പ്രസക്തിയുണ്ട്. അതായത് ചോദ്യങ്ങളുണ്ട്. അതായത് വരാൻ പോകുന്ന സമയത്ത് ഉറപ്പായിട്ടും RSSനെ ചലഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇന്ത്യയിലെ ദളിത് മൂവ്മെൻറ്റ് ശക്തമാവുകയാണെങ്കിൽ RSSനെ തീർത്ത് കളയും. ഇത് RSSനും അറിയാം, സംഘപരിവാറിനും അറിയാം. അതുകൊണ്ട് തന്നെയാണ് RSSനകത്തെ പല ദളിത് ലീഡേഴ്സും അത് വളരെ സൈലൻ്റ് ആയിട്ട് പോയത്. കർണാടകയിലെ കാര്യം പറയാം. കർണാടകയിൽ പല ദളിത് ലീഡേഴ്സുണ്ട്, ഈശ്വരപ്പ എന്നൊക്കെ പറയുന്ന RSSുമായിട്ടും ബന്ധപ്പെട്ട BJPയുടെ കൂടെ നിൽക്കുന്നത്. ഇവരൊക്കെ പൂർണ്ണമായിട്ടും സൈലൻ്റായി. കാരണം ഈ നേതാക്കൾക്കും പിടികിട്ടി അവരെ ഒതുക്കാൻ വേണ്ടിയാണ് RSS മുന്നോട്ട് വന്നത്. അതേപോലെ ഇന്ത്യയിലെ പല ഭാഗത്തും BJPയെ സപ്പോർട്ട് ചെയ്ത് ഈ പറയുന്ന പല ദളിറ്റ്സും, നേരത്തെ മായാവതിയുടെ കൂടെ നിന്ന് പല ആൾക്കാരും ഉണ്ട്, ഇവരൊക്കെ പിന്നീട് BJPയുടെ ഭാഗത്തോട്ട് പോയി. അവരും BJPയുമായിട്ടും അതായത് RSSുമായിട്ട് ഡിസ്റ്റൻസ് ഇട്ടിരിക്കുകയാണ്. ഇതാണൊരു മൂവ്മെൻ്റ് ഉണ്ട്. അതായത് ഉണ്ടായിരിക്കുന്ന തമാശ എന്ന് പറയുന്ന അപ്പർ കാസ്റ്റ് മാത്രമല്ല, ദളിറ്റ്സ് പോലും ഇന്ന് RSSനെ തള്ളിപ്പറയുന്ന രീതി, തള്ളിപ്പറയുക മാത്രമല്ല, അവരതിൻ്റെ അടിവേര് മാന്താനുള്ള പരിപാടിയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ, മറ്റുള്ള കാര്യങ്ങളിലോട്ട് പോകുന്നത്. അതിന് തുടക്കമിട്ടിരിക്കുന്ന പ്രിയങ്ക് ഖാർഗെയാണ്. ഉറപ്പായിട്ട് ഈ ചന്ദ്രശേഖർ ആസാദിൻ്റെ ഈ ഭീം ആർമി അതിന് വലിയ സംഭവം തന്നെയാണ്. കാരണം ഇന്ത്യയിലെ ദളിറ്റ്സ്, മറ്റൊരു മായാവതി, മറ്റൊരു BSPയുമായിട്ട് ആ പാർട്ടി വളരുകയാണ്. അത് UPയിൽ മാത്രമല്ല, ഈ പറയുന്ന ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും അതിന് റൂട്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. കാരണം ഞാൻ കണ്ടതാണ്, ഛത്തീസ്ഗഡിൽ പോയി കഴിയുമ്പോൾ പ്രത്യേകിച്ച് ബസ്തർ ഏരിയയിൽ അവിടെ കോൺഗ്രസ് പാർട്ടി ഒന്നുമല്ലാതായി മാറി. കോൺഗ്രസ് പാർട്ടിയായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടി. അവിടെ BJP കയറി വന്നു. പക്ഷേ ഈ പറയുന്ന ഈ ആദിവാസികളുടെ കൺവേർഷനും ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അവിടെ ഈ ഭീം ആർമിയാണ് സപ്പോർട്ടീവ് ബേസ്ഡ് ആയിട്ട് ഈ ആദിവാസികളുടെ കാര്യങ്ങൾ നോക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് വളരുന്നത്. കാരണം അവരുടെ പ്രകടനത്തിനുള്ള ആൾക്കാരെ ഞാൻ സുഗ്മയിലും അതേപോലെ തന്നെ അന്താഗഡിനടുത്തൊരു സ്ഥലത്ത് വെച്ച് ഞാൻ കണ്ടതാണ്. കാരണം ആ പാർട്ടി വലിയ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെ BJPക്കകത്തുള്ള ആദിവാസി നേതാക്കളും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവർക്കും അൾട്ടിമേറ്റായിട്ട് കാര്യങ്ങൾ അറിയാം. BJP എന്ന് പറയുന്നത് ദളിറ്റ്സിനും ആദിവാസിക്കും വേണ്ടിയുള്ള പാർട്ടിയല്ല, അത് അപ്പർ കാസ്റ്റിനും ഈ പറയുന്ന ലാൻഡുകൾ പിടിച്ചു വെക്കാനും ഇവരെ ബുൾഡോസ് ചെയ്യാനും വേണ്ടിയുള്ള പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഗ്രാജുവലി ഇവരുടെ മൈൻഡ് സെറ്റൊക്കെ വളരെ കൃത്യമാണ്. ഇവർക്കും കൃത്യമായിട്ട് അറിയാം, അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടി. അതായത് ഒരു കാര്യം കൃത്യമായിട്ട് പറയാം, ഇന്ത്യയിലെ ദളിറ്റ്സിനും ആദിവാസികൾക്കും എഡ്യൂക്കേഷൻ കിട്ടിയാൽ ആ നിമിഷം ഇന്ത്യയിൽ നിന്നും നിങ്ങൾ എഴുതി വെച്ചോളുക, RSSും BJPയും തെറിക്കും. കാരണം ഇതൊരു ബേസിക്കലി ആൻറ്റി ദളിത്, ആൻറ്റി ആദിവാസി, ആൻറ്റി ബാക്ക്വേർഡാണ് ഇതിൻ്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത്. ഈ സാധനങ്ങൾ പുറത്തു വരാൻ തുടങ്ങി. അതിൻ്റെ പേരിൽ തന്നെയാണ് RSS ടോൺ മാറ്റാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ചില സ്പെസിഫിക് ആയിട്ടുള്ള ദളിത് ലീഡേഴ്സിനെ അറ്റാക്ക് ചെയ്യുന്നത്. കാരണങ്ങൾ വളരെ കൃത്യമാണ്. RSSനെ ചലഞ്ച് ചെയ്യാൻ പോകുന്നു. അതിപ്പോൾ കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ മറ്റുള്ള ദളിത് ഗ്രൂപ്പുകൾ സന്നദ്ധമാകും, അവരിതിനെ ചലഞ്ച് ചെയ്യും. അതോടുകൂടി BJP അതേപോലെ സംഘപരിവാർ ഗ്രൂപ്പ് ബജരാങ് ദൾ അവൻ്റെയും വെടി തീർക്കും. ഇതാണ്
വരാനുള്ള സമയത്ത് RSSനെതിരെ ഇന്ത്യയിൽ കാണാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിഷേധം.